കേൾക്കുന്നുണ്ടോ? നമസ്കാരം. PMA ഗഫൂർ അല്പസമയത്തിനകം നമ്മൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു കുഞ്ഞ് സെഷൻ, കുറച്ച് ഹൃദയം തുറന്ന വർത്തമാനങ്ങൾ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് ആൻഡ് ഷിനോദ് നമ്മുടെ ഒപ്പമുണ്ട്. മനസ്സ് തൊട്ട മനുഷ്യരെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഇത്രയും കാലം എപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയം തൊട്ടിട്ടുള്ള മനുഷ്യരെക്കുറിച്ച്, അവരുടെ എക്സ്പീരിയൻസുകളെക്കുറിച്ച്, അവർ നമ്മളെ ആക്കി തീർത്തിട്ടുള്ളത് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ്. പ്രത്യേകിച്ച് ജോസഫ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അത്തരത്തിൽ കടന്നു വന്നിട്ടുള്ള ചാരന്മാരെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ആംഗിളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. നമസ്കാരം, പ്ലീസ് ജോയിൻ അസ്. അപ്പോൾ നമുക്ക് ഹൃദയം തൊട്ട മനുഷ്യരെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്ന്, ഇവർ നമ്മുടെ ഹൃദയം വല്ലാണ്ട് തൊട്ടിട്ടുള്ള ആളുകളാണല്ലേ? അല്ലേ? വളരെ ചെറിയ ഒരു മിനിറ്റിൻ്റെ ഒരു കോണ്ടൻറ്റ് പോലും അവർ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തെ എവിടെയൊക്കെയോ അത് വല്ലാതെ തൊടുന്നുണ്ട്. നമുക്കൊക്കെ റിലേറ്റബിൾ ആവുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഇവരിത്ര പ്രിയപ്പെട്ടവരാകുന്നത്, അല്ലേ? അത്രയും റിലേറ്റബിൾ ആയിട്ട് ഇവർക്ക് സംസാരിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കയ്യിൽ എന്തോ ഒരു മാജിക് ഉണ്ട്, അല്ലെങ്കിൽ ഇവരാളുകളെ കാണുന്ന രീതി, ജീവിതത്തെ നോക്കി കാണുന്ന രീതിക്ക് എന്തോ ഒരു വ്യത്യാസമുണ്ടെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ജോസഫിനോട് ചോദിക്കുകയാണെങ്കിൽ ജോസഫിൽ നിന്ന് തുടങ്ങാൻ തോന്നും. ജോസഫിന് തോന്നിയിട്ടുണ്ടോ മറ്റുള്ള ആളുകൾ ഒരു കാഴ്ചയെ കാണുന്നതിനെ കഴിഞ്ഞും ജോസഫ് കാണുന്നതിന് പലപ്പോഴും ഒരു വ്യത്യാസം ഉണ്ടാവുന്നുണ്ട് ആളുകളെ കാണുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം എല്ലാവർക്കും. നമ്മൾ ഒരേ കാഴ്ചയിൽ തന്നെ രണ്ട് തരത്തിൽ കണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും പറയാം, ഒരു കണ്ണാടിയിൽ കുറച്ച് പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ കാണുന്ന കാഴ്ചയും ഒരാൾ വന്നിട്ട് ആ പൊടി തുടച്ച് തരുമ്പോൾ പിന്നെ കാണുന്ന കാഴ്ചയും രണ്ടാണ്. നമ്മൾ കണ്ടത് ഒരേ കാഴ്ചയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഒരേ ഇൻസിഡൻറ്റിനെ കുറച്ചുകൂടി ബെറ്ററായി കാണാൻ പറ്റുന്നുണ്ടെന്ന്. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ ഓവർടേക്ക് ചെയ്യുന്നു. ഒരു ബൈക്കാരനെ ഇടിച്ചില്ല എന്നുള്ള മട്ടിൽ ഞാൻ വണ്ടി എടുത്ത് പോകുമ്പോൾ അയാൾ എൻ്റെ അമ്മയ്ക്ക് വിളിക്കുന്നു. നിൻ്റെ അമ്മേനെ കെട്ടിക്കാനാണോ നീ വണ്ടി ഓടിക്കുന്നത് ചോദിക്കുന്നു. സ്വാഭാവികമായിട്ടും മനസ്സിൽ തിരിച്ചു വരുന്നത് അതേടാ നിൻ്റെ അമ്മേനെ കെട്ടിക്കാനാണെന്ന് പറയണമെന്നുണ്ട്. റോയായിട്ടുള്ള മനുഷ്യനാണ് ഉള്ളിലുള്ളത്. എൻ്റെ ആദ്യത്തെ കാഴ്ചതാ. ഈ വിൻഡോ താത്തിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണമെന്നുണ്ട്. അതാണ് എൻ്റെ ആദ്യ കാഴ്ച. പക്ഷേ പല ഗുരുക്കന്മാരും പുസ്തകങ്ങളും പഠിപ്പിച്ചെന്നൊരു കാര്യമുണ്ട്. ആദ്യത്തെ ചിന്തയെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. നിങ്ങളുടെ സെക്കൻഡ് തോട്ട് മാറ്റേഴ്സ്. അങ്ങനെ പറഞ്ഞു തന്നതുകൊണ്ട് അടുത്ത സിഗ്നലിൽ വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടുകയാണ്. തൊട്ട് പുറകിൽ അവനുണ്ട് ഹെൽമെറ്റ് വെച്ച്. ഞാനിങ്ങനെ വിൻഡോ താഴ്ത്തിയിട്ട് ചേട്ടാ സോറി എന്ന് പറയുമ്പോൾ അയാൾ ആ വൈസർ പൊക്കിയിട്ട് സാരില്ല. ഇത്രയും സിമ്പിളാണ് മനുഷ്യർ എന്നുള്ളൊരു രണ്ടാം കാഴ്ച എനിക്കിപ്പോൾ എൻ്റെ ഒന്നാം കാഴ്ചയായി മാറുന്നുണ്ട്. ഏതൊരു സാഹചര്യത്തിലും വേറൊരു ആംഗിളിൽ കാണാനുള്ള ശ്രമം സ്വാഭാവികമായിട്ട് ഉള്ളിൽ നടക്കുന്നു എന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 100 പേരെടുക്കുകയാണെങ്കിൽ ആ 100 പേരിൽ കുറച്ച് ഡിഫറെൻ്റായി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്ന ഒരാളിൽ ഒരുപക്ഷെ എൻ്റെ കാഴ്ച ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ആളുകളെ കാണുന്നതിനെക്കുറിച്ച് പറഞ്ഞു. വ്യത്യസ്തമായ കൾച്ചറുകളിലൂടെ ട്രാവൽ ചെയ്ത് പല രാജ്യത്തുള്ള ആളുകളെ കാണുന്ന ഒരാൾ കൂടിയാണ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ കൂടെ നിന്നിട്ട് ഈ ആളുകളെ നോക്കി കാണുന്നതിലൊരു വ്യത്യാസം, ഈ ഒരു കൾച്ചർ മാറി വേറൊരു രാജ്യത്ത് അവിടുത്തെ ആളാകുമ്പോൾ എങ്ങനെയാണ് അതിലൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുള്ളത്? നമസ്കാരം. എന്തോരോ ആൾക്കാരാണ് ഇരിക്കുന്നതല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്രൗഡഡായിട്ടുള്ള ഒരു ഓഡിയൻസിനെ അഭിസംബോധന ചെയ്യുന്നത്. കൈയടിക്ക് വളരെ നന്ദി. രണ്ട് കാഴ്ചപ്പാടുകൾ എന്നതിനേക്കാൾ ഉപരി പല ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഓരോ ആളുകളും ഓരോ പ്രസ്ഥാനങ്ങളും അവരുടെ ഐഡിയോളജിക്ക് അനുസരിച്ചാണ് ഒരു കാഴ്ചയെ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അത് തമ്മിൽ രാത്രിയും പകലും പോലെ പലതും വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളിലിരുന്ന് ഒരേ സംഭവത്തെ കാണുന്ന കാഴ്ച വ്യത്യാസമാണ്. രണ്ടാളുകൾ ഒരു സംഭവത്തെ കാണുന്നത് വ്യത്യാസമാണ്. ഒരേ സംഭവം തന്നെ ഒരു സംസ്ഥാനത്ത് പല സ്ഥാപനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് വ്യത്യാസമാണ്. ഇതിനകത്ത് ഏതാണ് ശരിയായ കാഴ്ച എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ ഒരാൾക്കോ രണ്ടു പേർക്കോ അത് വേർതിരിച്ച് കാണാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അശ്വതി ചോദിച്ച് രാജ്യങ്ങൾ തമ്മിൽ മാറുമ്പോൾ കാഴ്ചകളിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു.
എല്ലാ തരത്തിലും വ്യത്യാസമുണ്ട്. നമ്മൾ നോർമലായിട്ട് കാണുന്ന പല കാര്യങ്ങളും മറ്റൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ, നമ്മുടെ രാജ്യത്തിലേക്ക് നോക്കുമ്പോൾ അത് അവർക്ക് നോർമലായിട്ടല്ല കാണുന്നത്. അതാണ് വാസ്തവം. നമ്മൾ മറ്റൊരു രാജ്യത്ത് നിന്ന് അവിടുത്തെ പല കാഴ്ചകൾ കാണുമ്പോഴും നമുക്കത് നോർമലായിട്ട് തോന്നില്ല. പക്ഷേ ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള സംസ്കാരവും കാഴ്ചപ്പാടും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് കൂടി നമ്മൾ പഠിക്കണം. മറ്റൊരാളുടെ കാഴ്ചയെ കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളതേ നടക്കത്തുള്ളൂ. മറ്റ് പല രാജ്യങ്ങളിലും ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പോയി നമ്മുടെ സംസ്കാരം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു എന്നൊരു കംപ്ലൈൻറ്റ് പരക്കെയുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ ആ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ സ്റ്റുഡൻസുമൊക്കെ അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. മറ്റൊരാളുടെ കാഴ്ചപ്പാടിനെ കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളത് ഈ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 30 അഭിപ്രായങ്ങൾ, 30 പ്രസ്ഥാനങ്ങൾ, 30 സ്ഥാപനങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ, നമ്മളെ നിർബന്ധിച്ച് പറഞ്ഞ് വിശ്വസിക്കുമ്പോൾ അതിന് മുകളിൽ നിന്നുകൊണ്ട് ഒരു കാഴ്ചപ്പാട് എടുക്കുന്നതിനുള്ള പക്വതയും നമുക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. താങ്ക് യു സോ മച്ച്. ഷിനോ, ഇത് ജെറ്റ് ലാഗ് ഒക്കെ ഉണ്ടോ? അത് ആദ്യം ഒന്ന് ചോദിക്കണം വിചാരിച്ചു. നേരെ കാനഡയിൽ നിന്ന് ട്രാവൽ ചെയ്ത് എത്തിയിട്ടേ ഉള്ളൂ അല്ലേ? രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞ സമയത്തിൻ്റെ കാര്യത്തിലുണ്ട്. ഞാൻ ആയിരുന്ന സ്ഥാനത്ത് ഇപ്പം പാതിരാത്രിയാണ്. അപ്പോൾ ഇവിടെ നട്ടുച്ചയാണ്. അപ്പോൾ എൻ്റെ ബോഡി ഇങ്ങനെ എന്നോട് ചോദിക്കും, ഇത് ശരിക്കും സ്വപ്നം കാണുന്നതാണോ, നീ സ്വപ്നത്തിൽ എണീറ്റ് നടക്കുകയാണോ, അതോ ശരിക്കും ഇവിടെ വന്നിരിക്കുകയാണോ, രാത്രി 1 മണിയായി, പോയി കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്നുണ്ട്. ന്യൂയോർക്കിൽ ഇപ്പം പാതിരാത്രിയാണ്. അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് എൻ്റെ കണ്ണിലുമൊക്കെ കാണാൻ സാധിച്ചേക്കും. പക്ഷേ എന്നാലും ഈ ഇരിക്കുന്ന ആളുകളെയൊക്കെ കാണുന്നുണ്ട്. ഇതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് PM/4 വരികയാണെങ്കിൽ ഈ വേദിയിൽ ശരിക്കും സുനിത വില്യംസ് വന്ന വേദിയാണ് അല്ലേ? അല്ലെങ്കിൽ ഇനിയും വരാനിരിക്കുന്ന വേദിയാണ്. അപ്പോൾ ഭൂമിയെ വേറൊരു പെർസ്പെക്റ്റീവിൽ കണ്ട് വന്ന അവർ ഈ വേദിയിൽ നിന്ന് പറയുണ്ടായി, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എത്ര വിശാലമായ മീനിങ്ങിലാണെന്നുള്ളത്. അപ്പോൾ PM/4 വന്നാൽ അദ്ദേഹമാണെങ്കിലും പറയുന്നത് എന്തായാലും മനുഷ്യരല്ലേ എന്ന് പറയുന്ന വിശാലമായ ഒരു കാഴ്ചപ്പാട് എപ്പോഴും സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് എന്തായാലും മനുഷ്യരല്ലേ ആ അത്രയും ഒരു എംപത്തറ്റിക് ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് അതിലേക്ക് എത്തിയത്? ഇത് ആളുകളോട് ഷെയർ ചെയ്യുമ്പോൾ അവരതിനെ റിസീവ് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? താങ്ക് യു അശ്വതി. പ്രിയപ്പെട്ടവരെ, കാണാനും നേരിട്ട് അനുഭവിക്കാനും ആഗ്രഹിച്ച മനുഷ്യരാണിങ്ങനെ തൊട്ടടുത്തുള്ളത്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്ത് വെച്ച് കുറച്ച് ചങ്ങാതിമാരിങ്ങനെ ഒരുമിച്ചിരിക്കുക. അപ്പോൾ നമ്മളല്ലാത്ത ആളുകളൊക്കെ പ്രവാസികളാണ്. അപ്പോൾ അതിലെൻ്റെ കൂടെ ഒരാളുണ്ട്. അദ്ദേഹം വലിയ സമ്പന്നനായ ഒരാളാണ്, വലിയ സമ്പന്നനായ ആളാണ്. അപ്പോൾ ഈ പ്രവാസികളൊക്കെ അവരുടെ പ്രവാസ കഥകളിങ്ങനെ ഷെയർ ചെയ്തു. ആ കൂട്ടത്തിൽ ഈ സമ്പന്നനായ നമ്മുടെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ചങ്ങാതിയുടെ അനുഭവം പറഞ്ഞു. ആ ചങ്ങാതി ഖത്തറിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഖത്തർ പൗരനായ ഒരാളുമായിട്ട് ഒരു വഴക്കുണ്ടായി. ആ വഴക്ക് വല്ലാതെ മൂർച്ഛിച്ചു. അപ്പോൾ ആ ഖത്തർ പൗരൻ ഇയാളോട് പറഞ്ഞു, ഞാൻ ആരാണ് എന്ന് ഇന്ത്യക്കാരനായ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന്. എൻ്റെ നാട്ടിൽ നിനക്ക് നിൽക്കാൻ കഴിയില്ല, ഞാൻ നിന്നെ നിർത്തൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇന്ത്യക്കാരൻ ആരാണ് എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു വാശിയായി. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഇയാൾക്ക് പേടിയായി. കാരണം ഇയാൾ വഴക്ക് കൂടുന്നത് ഒരു കത്തരി ആയിട്ടുള്ള ഒരാളോടാണ്. അങ്ങനെ ഇയാൾക്ക് പേടിയായി. അപ്പോൾ ഈ ഖത്തർ പൗരനെ കാണാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇയാളിങ്ങനെ മാറി മാറി നടന്നു. ഖത്തർ പൗരൻ ഇയാളെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും ഇയാൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇയാൾ നാട്ടിലേക്ക് തിരിച്ചു പോരാൻ തീരുമാനിച്ചു. അങ്ങനെ എയർപോർട്ടിലെത്തിയപ്പോൾ ഇയാളുണ്ട് അവിടെ ഇരിക്കണം, ഇവനെ കത്ത്. അങ്ങനെ ഇവന് ഇറങ്ങി ഓടി, അയാൾ പിറകെ ഓടി. ഇവൻ ഓടി ഒരുപാട് ദൂരം ഓടുമ്പോഴും ഇയാൾ പിന്നാലെ ഉണ്ട്. അപ്പോൾ ഓടുമ്പോൾ കിതക്കുമല്ലോ, കിതക്കണ സമയത്ത് ഇവനിങ്ങനെ നെഞ്ചിൽ കൈവച്ചിട്ടാണ് ഓടുന്നത്. അപ്പോൾ ഒരു ടാക്സിക്കാരൻ വിചാരിച്ചത് ഇയാളെന്തോ നെഞ്ചുവേദന എടുത്തിട്ട് ഓടുക എന്നാണ്. അങ്ങനെ ടാക്സിയിലേക്ക് കയറാൻ പറഞ്ഞ് ഇയാൾ കയറി നേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാൾ പിന്നെ ഓടി. അങ്ങനെ ആ ദിവസം രക്ഷപ്പെട്ടു. പക്ഷേ അയാൾക്കൊരു കാര്യം മനസ്സിലായി, ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന്.
നാട്ടിലേക്ക് പോകാനും കഴിയില്ല. അപ്പം എന്ത് ചെയ്യുമെന്ന് ഒരുപാട് ആലോചിച്ച് അങ്ങനെ ഒരു വേഷത്തിലേക്ക് മാറാമെന്ന് തീരുമാനിച്ചു. തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു പ്രച്ഛന്ന വേഷത്തിലേക്ക് മാറാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഏത് വേഷത്തിലേക്ക് മാറും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ മുന്നിലൂടെ ഒരു പാകിസ്ഥാനി ഇങ്ങനെ നടന്നുപോയി. വെറ്റിലയൊക്കെ ചവച്ച് മറ്റേ പച്ച കോട്ടൊക്കെ ധരിച്ചിട്ടുള്ളൊരു പാകിസ്ഥാനി. അപ്പോൾ ഇയാളെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായി, പാകിസ്ഥാനിയുടെ വേഷത്തിലേക്ക് മാറാം. അങ്ങനെ ഇയാൾ എക്സാക്റ്റ് ഒരു പാകിസ്ഥാനി വേഷത്തിലേക്ക് മാറുക. എല്ലാ രീതിയിലും അങ്ങനെ മാറിയതിന് ശേഷം അയാൾ ആദ്യം ചെയ്യുന്ന 2 കാര്യം. ഒന്ന്, ആ അറബിയുടെ മുന്നിൽ ചെന്ന് നിന്ന്. അയാൾക്ക് മനസ്സിലായില്ല. പിന്നെ ഇയാൾ എല്ലാ ദിവസവും പോകുന്ന ഒരു മലയാളിയുടെ കടയുണ്ട്, ഒരു പലചരക്ക് കടയുണ്ട്. അവിടെ പോയി നിന്ന്. അവിടെ ആർക്കും മനസ്സിലായില്ല എന്ന് മാത്രമല്ല, ഈ പാകിസ്ഥാനിയെ കണ്ടപ്പോൾ അവർ പറയുന്ന വാക്കുകളൊക്കെ ഇയാളെ വല്ലാതെ വേദനിപ്പിച്ചു. നല്ല വാക്കുകളൊന്നും ആയിരുന്നില്ല. എന്നിട്ട് എൻ്റെ ചങ്ങാതി പറയാ, അദ്ദേഹത്തിൻ്റെ ആ സുഹൃത്തില്ലേ, ഈ പാകിസ്ഥാനി വേഷത്തിൽ ഖത്തറിൽ 3 വർഷം ജീവിച്ചു. ആ 3 വർഷവും ആ ഖത്തർ പൗരനായ ആൾ ഇയാൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. അങ്ങനെ ആ സദസ്സ് പിരിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുക. ഞാനും എൻ്റെ ഈ അതിസമ്പന്നനായ ചങ്ങാതിയും ഉണ്ട്. അദ്ദേഹം പറഞ്ഞ ആ കഥയുടെ ഹാങ് ഓവർ എനിക്ക് വിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അദ്ദേഹം ഇപ്പോൾ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചു. നിങ്ങളുടെ ആ ചങ്ങാതി ഇപ്പോൾ എവിടെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അയാളെ നിനക്കറിയാമെന്ന് പറഞ്ഞു. എനിക്കറിയോ, ആരാന്ന് ചോദിച്ചു. അങ്ങനെ, എടാ അത് ഞാനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ആ സംഭവത്തിന് ശേഷം ഞാനൊരാളെയും പരിഹസിക്കാറില്ല എന്ന് പറഞ്ഞു. പരിഹാസത്തിൻ്റെ, പരനിന്ദയുടെ വേദന എത്രയാണ് എന്നെനിക്ക് മനസ്സിലായ നിമിഷങ്ങളായിരുന്നു അത്. കാരണം ഒരുപാട് ആളുകളുടെ വാക്കിൻ്റെ ശരമേറ്റ് ഞാൻ പിടഞ്ഞ കാലമായിരുന്നു ആ 3 വർഷക്കാലം എന്ന് അദ്ദേഹം പറയുണ്ടായി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് അദ്ദേഹമാകുമെന്ന്. സങ്കല്പിക്കാനാകാത്ത വിധം പിന്നാമ്പുറങ്ങളുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. നമ്മളീ കാണുന്നതൊന്നുമല്ലല്ലോ. നമ്മുടെ പ്രൊഫൈലും നമ്മളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. നമ്മുടെ പ്രൊഫൈലും നമ്മളും തമ്മിൽ എത്ര ദൂരം, എത്ര കിലോമീറ്ററുകളുടെ അകലം ഉണ്ടാവും. അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനാകാത്ത, സങ്കല്പിക്കാനാകാത്ത സാധ്യതകളും സങ്കല്പിക്കാനാകാത്ത ചരിത്രവുമുള്ള ജീവിയാണ് ഇവിടെ ഉള്ളതും ഈ ഇരിക്കുന്നവരുമായ നമ്മൾ. താങ്ക് യു സോ മച്ച്. എത്ര ഭംഗിയായി കഥ പറയുന്നു അല്ലേ? ഇവർ ഓരോരുത്തരും ഇതുപോലെ വളരെ ഭംഗിയായിട്ട് കഥ പറഞ്ഞിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി കൂടിയിട്ടുള്ളത്. ജോസഫ്, നമ്മൾ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ അടുത്തേക്ക് വരുന്ന മനുഷ്യരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജോസഫ് RJ ആയിരുന്നൊരു സമയത്ത് നമ്മളിലേക്ക് വരുന്ന ആളുകളുണ്ടായിരിക്കും. ഇത് ഓരോ സമയം അനുസരിച്ചിട്ട് നമ്മൾ ഇവോൾവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മളിലേക്ക് വരുന്ന ആളുകളിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ജോസഫിനെ തേടി വരുന്നവർ, കഥകൾ പറയുന്നവർ, അല്ലെങ്കിൽ ജോസഫ് കണ്ടുമുട്ടുന്ന ആളുകൾ, അങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേൺ വ്യത്യാസമുണ്ട്, അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ? ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? എന്നെ തേടി വരുന്ന മനുഷ്യരിൽ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. പക്ഷേ ഞാനവരെ കണ്ട കാഴ്ചയിൽ വ്യത്യാസമുള്ളതായിട്ട് തോന്നണുണ്ട്. ഞാൻ 2018 റേഡിയോയിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ അടിക്കുകയാണ്. അപ്പോൾ എടുത്തപ്പോൾ, ഹായ് സാർ, ചാവറ മാട്രിമോണിയിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പറഞ്ഞു, വിവാഹം നോക്കുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല, നോക്കുന്നില്ല, പക്ഷെ പ്രായമായല്ലോ എന്ന് പറഞ്ഞു. അവർ പ്രായമായി, പക്ഷെ ഞാൻ എന്തായാലും മാട്രിമോണി വഴി വിവാഹം കഴിക്കില്ല. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? നമ്മളിങ്ങനെ 2017 എൻ്റെ വീഡിയോ ഒക്കെ വൈറലായത്. കുറച്ചൊക്കെ ആൾ റെക്കഗ്നൈസ് ചെയ്യുന്നൊരു ഇതിനകത്തേക്ക് എൻ്റെ ഈഗോ എത്തിയിട്ടുള്ളൊരു സമയമൊക്കെയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ, എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നല്ല നോക്കി ഒരെണ്ണം എടുക്കണ പോലെ ഈ മാട്രിമോണിയിൽ നിന്ന് എടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങളുടെ അപ്പനും അമ്മയും പ്രണയിച്ചാണ് കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചു. നമുക്കത് അപ്പനെ വിളിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, അവർ പ്രണയിച്ച്, അത് നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ കസ്റ്റമർ കെയർ ആണോ അതോ കസ്റ്റമർ ഡോൺ കെയർ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല സാറെന്ന് അങ്ങനെ അടച്ചാക്ഷേപിച്ചത്, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിക്കുന്നവർ കഴിച്ചോളും,
എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയെ കണ്ടുമുട്ടിയത് ചാവറ മാട്രിമോണി എന്നാണ്. ഇന്ന് ആ ലേഡി കസ്റ്റമർ കെയറിൽ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചിട്ട് ഒന്നുകൂടി അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്ന് ഞാൻ ചോദ്യം. കാരണം നമ്മുടെ വിചാരം നമ്മളാണ് ശരിയെന്നാണ്. എൻ്റെ വിശ്വാസം എന്നെ നയിക്കും തേങ്ങാക്കൊലയാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ നിസ്സാരരായ മനുഷ്യരുടെ മുമ്പിൽ നമ്മളിങ്ങനെ മലന്നടിച്ച് വീഴുന്നിട്ട് മാപ്പ് പറയും, സോറി നിങ്ങളായിരുന്നു ശരി. ഞാൻ ഇന്ന് എന്നെ തിരുത്തുന്ന മനുഷ്യരോട് അതെങ്ങനെയാ അങ്ങനെ ശരിയാവോ എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളും പറയുന്നതിൽ ശരി ഉണ്ടാവാം എന്ന് പറയുന്ന അത്ര ഹമ്പിളായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്നെ തേടി വരുന്ന മനുഷ്യരെ ഞാൻ കാണുന്ന രീതിയിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ എന്നെ ഇപ്പോൾ കാണാൻ വരുന്ന IAS-കാരാണെന്നൊരു തോന്നൽ എനിക്കില്ല. നോർമൽ ഹ്യൂമൻ ബീയിങ്സ്, ഐ ഫീൽ ദാറ്റ് ദേ ആർ ബെറ്റർ ഹ്യൂമൻ ബീയിങ്സ്. അതുകൊണ്ട് അവരെ കാണുന്ന കാഴ്ച കുറച്ചുകൂടി ഭംഗിയുള്ളതായി മാറുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിലാണ് മാറ്റം നമുക്കാണ് മാറ്റം ഉണ്ടായിട്ടുള്ളത്. താങ്ക് യു. വെരി ബ്യൂട്ടിഫുൾ. ഒരു സൈക്യാട്രിക് സോഷ്യൽ വർക്കർ പ്രൊഫഷണൽ സ്പേസിലും പേഴ്സണൽ സ്പേസിലും ആളുകളെ കാണുമ്പോൾ പ്രൊഫഷണൽ സ്പേസിൽ വരുന്ന നമ്മൾ ഇടപെടേണ്ടി വരുന്ന ജീവിതങ്ങൾ ഉണ്ടാവുമല്ലോ. ആ കാഴ്ചകൾ എങ്ങനെയാണ്? മനുഷ്യർക്ക് എല്ലായിടത്തുമുള്ളത് ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങളും ഒരേ തരത്തിലുള്ള പ്രതികരണങ്ങളും ഒക്കെ തന്നെയാണോ? എന്താണ് ആ ഒരു പ്രൊഫഷണൽ സ്പേസിലുള്ള, പ്രത്യേകിച്ച് ഒരു ലിമിറ്റഡ് ടൈം ഫ്രെയിമിൽ നമ്മൾ ആളുകളെ കാണുന്നു, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, അതെങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടോ ഇവിടെ? വേറെ സോഷ്യൽ വർക്കേഴ്സ് കുറച്ച് പേരുണ്ട്. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു കരിയർ എന്നതിനേക്കാൾ ഉപരി അതൊരു ലൈസൻസാണ്. നമ്മളെ ആളുകൾ അവരുടെ മനസ്സുകളിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രൊഫഷനാണ്. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലായിരിക്കും, കുടുംബത്തിലായിരിക്കും, അതിലെ ഒരു മെമ്പറാക്കി നമ്മളെ കൂട്ടി നിർത്തുന്ന ഒരു വല്ലാത്തൊരു പ്രൊഫഷനാണ്. ഇപ്പം അന്നക്കുട്ടി ജോസ് പറഞ്ഞ പോലെ ചില സാധാരണ ആൾക്കാർ വന്ന് നമ്മളെ കറക്കി അടിച്ച് താഴെ ഇടും എന്ന് പറഞ്ഞ ആ സെൻറ്റൻസ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള നിലയിൽ എല്ലാ കാര്യത്തും എൻ്റെ ഒരു ചെറിയ അഹങ്കാരം എന്ന് പറയുന്നത്, കാരണം എൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് തന്നെ അക്സെപ്റ്റൻസ്, അണ്ടർസ്റ്റാൻഡിങ്, ആളുകളെ അവരുടെ രീതിയിൽ കാണുക, ജഡ്ജ്മെൻ്റ് ഇല്ലാതെ പെരുമാറുക, ഇതൊക്കെയായിരുന്നു എൻ്റെ. അപ്പം ഞാൻ സോഷ്യൽ വർക്ക് കഴിഞ്ഞിട്ട് ആദ്യം ജോലിക്ക് കയറിയപ്പോഴും ഇത് മൊത്തത്തിൽ അങ്ങോട്ട് പ്രാക്ടിക്കലാക്കാനായിട്ടുള്ള ഇതിലാണ് കയറിയത്. ഞാൻ ജോലി ചെയ്ത് തുടങ്ങിയത് കേരളത്തിലാണ്. കേരളത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഡിഫിക്കൽട്ട് എന്ന് ഞാൻ പറയത്തില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോപ്പുലേഷൻ ഇടയിലായിരുന്നു അന്ന് ഞാൻ പ്രവർത്തിച്ചത്. ഒന്ന് കൊമേഴ്സ്യൽ സെക്സ് വർക്കേഴ്സ്, പിന്നെ MSM എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇവർക്കിടയിലുള്ള HIV വ്യാപനം തടയുക എന്നുള്ളതിൻ്റെ ഭാഗമായി, കാരണം ഇവരെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് HIV വ്യാപനം കൂടിയപ്പോൾ നമുക്കിവരെ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അവരെ നമ്മൾ കൂടെ നിർത്തി ഇത് തടയുക എന്നുള്ളൊരു പ്രോജക്റ്റാണ്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ആ പ്രോജക്റ്റിനെ പറ്റി അറിവുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അവിടെ ഞാൻ കണ്ട സാധാരണക്കാരി എന്ന് വിചാരിച്ച അസാധാരണക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ എന്നെ ഇതുപോലെ അടിച്ചു മലർത്തി താഴെയിട്ടു. എൻ്റെ വിശ്വാസങ്ങളെയും എൻ്റെ ഞാനെന്ന ഭാവത്തെയും എല്ലാം അവർ തകർത്ത് കളഞ്ഞു. അവർ ഒരു കൊമേഴ്സ്യൽ സെക്സ് വർക്കറായിരുന്നു. ഇപ്പം നമ്മൾ ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്, ഇവരുടെ ഇടയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സീനിയറായിട്ടുള്ള ഒരാളെ നമ്മൾ പിയർ എഡ്യൂക്കേറ്ററായിട്ട് നമ്മുടെ കൂടെ നിർത്തും. എന്നിട്ട് അവർ വഴിയാണ് ഈ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നത്. സരസ്വതി ചേച്ചി എന്ന പേരിലാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ മുമ്പ് ഒരു തവണ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ പേര് വ്യാജമാണ്. ശരിക്കുള്ള പേര് പറഞ്ഞാൽ ആ സ്ഥലത്തുള്ള പലർക്കും ചേച്ചിയെ അറിയാം എന്നുള്ളത് കൊണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല. കൊമേഴ്സ്യൽ സെക്സ് വർക്കേഴ്സിന് ചെന്ന് നിൽക്കുന്ന ഓരോ സ്പോട്ടുകളുണ്ട്. ബസ് സ്റ്റാൻഡാകാം, ഒരു പ്രത്യേക റോഡ് സൈഡിലാകാം, അങ്ങനെയൊക്കെയുള്ള ചില സ്പോട്ടുകളിലാണ് നിൽക്കുന്നത്. സരസ്വതി ചേച്ചി നിന്നത് ബസ് സ്റ്റാൻഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബസ്സിൽ വരികയും പോവുകയും ചെയ്യുന്ന എല്ലാവർക്കും ചേച്ചിയെ അറിയാമായിരുന്നു. പക്ഷേ ചേച്ചി ഞങ്ങളുടെ ഓഫീസിലെ ഒരു സ്റ്റാഫാണ്, പിയർ എഡ്യൂക്കേറ്റർ ആയതുകൊണ്ട് എൻ്റെ ആദ്യത്തെ കൊളീഗാണ്. ഞാൻ വളരെ വിശാല മനസ്കനാണ് എന്ന് കരുതി എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിയുടെ കൂടെ ഇരുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ ഒരുമിച്ച് തമാശകൾ പറഞ്ഞു, ഒരുമിച്ച് പല കാര്യങ്ങളും ചർച്ച ചെയ്തു. അങ്ങനെയൊക്കെയുള്ളൊരു സൗഹൃദം, അതിൽ ഞാൻ അഭിമാനം കൊണ്ടു. ചേച്ചിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, മുന്നിലത്തെ 2 പല്ലില്ലായിരുന്നു ചേച്ചിക്ക്. അതൊക്കെ ആരോ അടിച്ചു കൊഴിച്ചതാണ്. ഈ കൊമേഴ്സ്യൽ സെക്സ് വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചിലരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇവർ കാശുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനിതുവരെ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. കാശെന്നതിലുപരി ദിവസേന പീഡിപ്പിക്കപ്പെടുന്ന, നമ്മളിപ്പം അബ്യൂസിനെ പറ്റിയും ടോക്സിക് ആളുകളെ പറ്റിയും റേപ്പിനെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ദിവസേന ഇത്
ഏൽക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കുക, അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത്. അങ്ങനത്തെ ഒരു സ്ത്രീയായിരുന്നു, പക്ഷേ മുഖത്ത് നല്ല ചിരിയായിരുന്നു. ചേച്ചി ഉണ്ടാക്കിയ പൈസ മുഴുവൻ ഒരു മോളുണ്ട്, മോളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ചിലവാക്കിയത്. ഞാൻ ചുരുക്കി പറയാം. എന്നിട്ട് ചേച്ചി ഒരു ദിവസം ചേച്ചിയുടെ കൂടെ നിന്നല്ല ആ മോള് വളർന്നത്. ഞാൻ അവരെ കുറ്റം പറയില്ല, അന്നത്തെ നമ്മുടെ സാമൂഹിക അന്തരീക്ഷം അനുസരിച്ച് അങ്ങനെ ആയിരുന്നു. ചേച്ചി ഒരു ദിവസം ഓഫീസിലേക്ക് കയറി വന്ന്, സാറേ ഒരു കാര്യം അറിയാമോ, ഇന്നെൻ്റെ മോളുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി മോളുടെ കല്യാണത്തിന് പോകുന്നില്ലേ? ഓ, എന്നോട് പറഞ്ഞില്ല സാറേ, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചിലാകും എന്ന് പറഞ്ഞു. ഞാൻ ആ മോളെ ഒരിക്കലും കുറ്റം പറയുന്നില്ല, ഫാമിലിയെ കുറ്റം പറയുന്നില്ല. ഞാനും ആ സ്ഥാനത്തായിരുന്നെങ്കിൽ ഇത് മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷേ അന്നത്തെ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഈ ഫാമിലി എത്ര ക്രൂരമാണ്, മോൾ എത്ര ക്രൂരയാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. കാരണം ആ മുഹൂർത്തത്തിൻ്റെ സമയമായപ്പോൾ സരസ്വതി ചേച്ചി എൻ്റെ അടുത്തായിരുന്നു ഇരുന്നത്. വാച്ച് നോക്കി ആ സമയമായപ്പോൾ ചേച്ചിയുടെ മുഖത്തെ വികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത് നിന്ന് കണ്ടതാണ്. അപ്പം ഞാൻ ഓർത്തു, ഇവരൊക്കെ എന്ത് ക്രൂരമായിട്ടുള്ള മനുഷ്യരാണ് എന്നൊക്കെ ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കാറ് കേടായിട്ട് ഞാൻ ബസ്സിൽ കയറി. ഞാൻ കയറിയ ബസ്സിൽ തന്നെ സരസ്വതി ചേച്ചിയും കയറി. പണ്ടൊക്കെ നമ്മുടെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു സുഹൃത്ത് കയറി കഴിഞ്ഞാൽ അവർക്കുള്ള ടിക്കറ്റ് കൂടി നമ്മൾ എടുക്കും. ഇവിടെ കോഴിക്കോട് അങ്ങനെ ഉണ്ടോ? എടുക്കും. ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയും, ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറയും. ചേച്ചി മുന്നിൽ നിന്നുകൊണ്ട് പുറകെ ഇരിക്കുന്ന എന്നെ നോക്കി വിളിച്ച് പറഞ്ഞു, സാറേ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ നിമിഷം എനിക്ക് ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് തോന്നി. കാരണം ബസ്സിലുള്ള സകല ആൾക്കാർക്കും ചേച്ചിയെ അറിയാം, കണ്ടക്ടർക്കും ഡ്രൈവറും അറിയാം. കണ്ടക്ടറിൻ്റെ അടുത്ത് വന്ന് ഒരു വഷളം ചിരിയൊക്കെ ചിരിച്ചിട്ട് ഇങ്ങനെ പോയി. ഞാൻ ചേച്ചിയെ യാതൊരു പരിചയവുമില്ലാത്ത രീതിയിൽ വെളിയിലേക്ക് നോക്കി ഞാനിരുന്നു. ആ ബസ് അവിടെ എത്തുന്നത് വരെ ചേച്ചി എൻ്റെ അടുത്തോട്ട് വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു പരിചയവും കാണിച്ചില്ല. ചേച്ചി മുന്നിൽ നിന്ന് കയ്യും കാലും ഒക്കെ കാണിച്ചു. ഞാൻ ഒരു പരിചയവും കാണിക്കാതെ വെളിയിലേക്ക് നോക്കിയിരുന്നു. അതിനുശേഷം സരസ്വതി ചേച്ചി വെളിയിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നോട് മിണ്ടാറേയില്ല. ഞാൻ ചേച്ചിയോട് പലവട്ടം ചോദിച്ചു, അന്നങ്ങനെ ഇത് എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്നൊക്കെ ചോദിച്ചു. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു ചിരിയും ചിരിച്ചിട്ട് പോയി. ഞാൻ ഓർത്തു, ഞാൻ എത്ര ഓപ്പൺ മൈൻഡുള്ള ആളാണ് എന്നൊക്കെ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആ ചേച്ചി എത്രയോ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു വന്ന് ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് കൂടി ടിക്കറ്റ് എടുക്കാൻ മനസ്സ് കാണിച്ച ആ ചേച്ചിയെ ഒരു സുഹൃത്തായി അംഗീകരിക്കാൻ എൻ്റെ കപട സദാചാരബോധവും മാന്യതാബോധവും ഒന്നും എന്നെ അനുവദിച്ചില്ല. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. സാധാരണക്കാരിയെന്ന് ഞാൻ വിചാരിച്ച അസാധാരണക്കാരിയായ ചേച്ചി അവിടെ എന്നെ മലത്തി അടിച്ചു കഴിഞ്ഞു. ഞാനിപ്പം പറഞ്ഞുകൊണ്ട് ആ സാഹചര്യമാണ് ഓർത്തത്. സരസ്വതി ചേച്ചി റോഡ് സൈഡിൽ എവിടെയോ കിടന്നാണ് മരിച്ചത്. ഞാൻ വെളി രാജ്യത്ത് നിന്നാണ് അത് കേട്ടത്. ആരുമില്ലായിരുന്നു. പക്ഷേ ആ പുള്ളിക്കാരിയുടെ 2 പല്ലില്ലാത്ത ആ ചിരിക്കുന്ന മുഖം എനിക്ക് എപ്പോഴൊക്കെ ഞാനെന്തോ വലിയ സംഭവമാണെന്നോ റീലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനെന്തോ വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉള്ള ആളാണ് എന്നൊക്കെ ഒരു ചിന്ത വരുമ്പോഴൊക്കെ ആ മുഖം എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാറുണ്ട്. ആ ആൾ എന്നെ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ എന്നുള്ള നിലയിലല്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഏറ്റവും അധികം മനസ്സിനെ തൊട്ട് എന്നെ മാറ്റിയ ഒരാളിപ്പോഴും ആ ചേച്ചിയാണ്. മനുഷ്യരങ്ങനെ മാറിക്കൊണ്ടും ഇവോൾവ് ചെയ്തുകൊണ്ടും തന്നെ ഇരിക്കട്ടെ. കുറച്ച് നേരം മുന്നേ ശ്രീ PM ഗഫൂർ ഒരു കഥ പറയുണ്ടായി, ഒരു സുഹൃത്തിൻ്റെ കഥ പറയുണ്ടായി. ചില കഥകൾ നമുക്ക് ജീവിതത്തിൽ കേൾക്കുമ്പോൾ നമുക്കിതുപോലെ വേദികളിൽ ഷെയർ ചെയ്യാം, നമ്മളുടെ മറ്റ് സുഹൃത്തുക്കളോട് പറയാം, ഇൻസ്പിറേഷണൽ ആക്കാൻ പറ്റും. പക്ഷെ വേറെ ചില കഥകൾ, ചില മനുഷ്യരുടെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉള്ളിൽ ചുമക്കുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ലാതെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നമുക്കിത് ഉള്ളിൽ കൊണ്ടു നടക്കുകയല്ലാതെ നമുക്ക് വേറൊരു നിവൃത്തി ഉണ്ടാവില്ല. നമുക്ക് ആ കഥയിൽ ചിലപ്പോൾ ഇടപെടാൻ പോലും പറ്റില്ല. ഇത് കേൾക്കുക എന്നുള്ളതിനപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നമുക്കൊരാളോട് ചിലപ്പോൾ പങ്കുവെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള കഥകൾ കേൾക്കുമ്പോൾ താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഈ കഥകൾ എവിടെയാണെന്ന് ഇറക്കി വെക്കുക? വായനക്കിടയിൽ ഇത് വായിച്ച് കൈയൊക്കെ ഇങ്ങനെ വിറച്ചു പോയൊരു അനുഭവമുണ്ട്. പറയട്ടെ. ഒരു പെൺകുട്ടി, അവൾ ഓർഫനേജിലാണ് വളർന്നത്. അങ്ങനെ പഠിച്ച് അവൾ നഴ്സായി മാറി. അങ്ങനെ ബാംഗ്ലൂരിലൊരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരാൾ പനി പിടിച്ച് അങ്ങോട്ട് വന്നു. ആ വന്ന ആളെ ഈ പെൺകുട്ടി കരുണാപൂർവം പരിചരിച്ചത് കാരണം അയാളുടെ മനസ്സിൽ ഈ പെൺകുട്ടിയോടൊരു സ്നേഹമുണ്ടായി. ആ സ്നേഹം പ്രണയമായി. അവർ രണ്ടാളും വിവാഹം കഴിച്ചു. ഓർഫനേജിൽ വളർന്ന കാലത്ത് ഈ പെൺകുട്ടിയെ തിരിഞ്ഞു നോക്കാത്ത കുടുംബങ്ങളൊക്കെ
അന്യമതക്കാരനായ ഒരാളെ കല്യാണം കഴിച്ചു എന്നറിഞ്ഞതോടുകൂടി പടയായി വന്ന് ഈ പെൺകുട്ടിയെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഈ കല്യാണം കഴിച്ച ആളുടെ ഒരു പ്രത്യേകത, അയാൾ അത്ര റെസ്പോൺസിബിളായ ഒരാളല്ല. ഇടയ്ക്ക് കാണാതാവും, കുറേ മാസങ്ങൾ കാണാതാവും ചിലപ്പോൾ. ഒരു ഭാഗത്ത് കുടുംബത്തിൽ നിന്നുള്ള ഒരു കുറ്റപ്പെടുത്തലും ഇയാളുടെ അപ്രത്യക്ഷമാകലുമൊക്കെ കാരണം ഈ പെൺകുട്ടി അനുഭവിച്ച പ്രയാസം എത്ര വലുതായിരിക്കും. അതിനിടയിൽ അയാളൊന്ന് വന്നു പോയത് കാരണം അവൾ ഗർഭിണിയാവുകയും ചെയ്തു. ഏറ്റവും അവൾ ഒറ്റപ്പെട്ട കാലമായിരുന്നു അത്. കാരണം അയാളെ പിന്നെ കാണാനേ ഇല്ല. പ്രസവിച്ച കാലമായതോടുകൂടി ഇവൾ കൂടുതൽ തളർന്നു പോവുകയാണ്. സ്വാഭാവികമായും മനസ്സും ശരീരവുമൊക്കെ ആകെ തളർന്ന അവൾ പാതിരാവുകളിൽ ആ കുഞ്ഞിൻ്റെ കൂടെ ഉറക്കെ കരഞ്ഞു. അങ്ങനെ അവൾ തീരുമാനിക്കുകയാണ് സൂയിസൈഡ് ചെയ്യാം. പക്ഷേ സൂയിസൈഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോൾ അവളുടെ മനസ്സിലുള്ളൊരു ചിന്ത, അവൾ വളർന്നത് ഓർഫനേജിലല്ലേ, അപ്പോൾ ഈ കുഞ്ഞും അങ്ങനെ ഓർഫനേജിൽ വളരേണ്ടി വരും എന്നുള്ള ഒരു സങ്കടം കാരണം അവൾ അതിനൊരു പരിഹാരം കണ്ടെത്തി. അവൾ സൂയിസൈഡ് ചെയ്യുകയും കുഞ്ഞിനെ കൊല്ലുകയും ചെയ്യാം. അവളത് തീരുമാനിച്ചു. എലിവിഷം പോലെയുള്ള എന്തൊരു വിഷമൊക്കെ വാങ്ങി ആ പാതിരാത്രിയിൽ അവൾ ആർത്ത് കരഞ്ഞുകൊണ്ട് ആ വിഷക്കുപ്പിയുമായി ആ കുഞ്ഞിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വന്നു. ഒരമ്മയ്ക്ക് ആകാശത്തിന് ചുവട്ടിൽ ചെയ്യാവുന്ന ഏറ്റവും ക്രൂരമായ കാര്യം ചെയ്യാൻ ആ അമ്മ ഒരുങ്ങി നിന്നു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞ് ആ അമ്മയും കുഞ്ഞും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അമ്മ ഒരു ആശുപത്രിയിൽ വെച്ച് ആ മകന് ഈ കഥ പറഞ്ഞു കൊടുക്കുക. എടാ, ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയ അമ്മയാണ്. എന്നിട്ട് ആ മൊമെൻ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോഴിത് കേട്ടപ്പോൾ ആ മകനില്ലേ, ആ മകന് ചിരിച്ചു. ചിരി എന്ന് പറഞ്ഞാൽ നിർത്താനാവാത്ത വിധം ചിരിച്ചു. കാരണം അമ്മയും മകനും അത്രയും ചങ്ങാതിമാരാണ്. അപ്പം മകൻ അമ്മയോട് ചോദിച്ചു, പിന്നെ എന്തേ എന്നെ കൊല്ലാതിരുന്നത് എന്ന് ചോദിച്ചു. അതിന് അമ്മ കൊടുത്തൊരു മറുപടി ഉണ്ട്. അമ്മ പറഞ്ഞു, എടാ, ഞാനേ വിഷക്കുപ്പിയുമായി നിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നപ്പോഴേ നീ ഇതേപോലെ ഒരു ഒടുക്കത്തെ ചിരി ചിരിച്ചു. എന്നെ ഇങ്ങനെ ചിരിച്ച് കൊഞ്ചിക്കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാടാ കൊല്ലുക? നിൻ്റെ ആ ചിരിയില്ലേ, ആ ചിരി കാരണമാണ് ഞാനും എൻ്റെ മോനും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, ചിരിക്കാനും കരയാനും അല്ലാതെ വേറൊന്നിനും കഴിയാത്ത ഒരു കുഞ്ഞ് 2 ജീവൻ രക്ഷിച്ച കഥയാണ്. ആ കുഞ്ഞിനെ നിങ്ങൾ അറിയും. 4 ഭാഷകളിൽ 400ഓളം സിനിമകളിൽ അസാധാരണമായ മെയ്വഴക്കം കൊണ്ട് അതിശയങ്ങൾ തീർക്കുന്ന പ്രകാശ് രാജാണ് ആ കുഞ്ഞ്. ഇത് പറയുമ്പോൾ പോലും എൻ്റെ കൈ വിറക്കുന്നുണ്ട്. ജോസഫേ, അതേ ചോദ്യം ജോസഫിനോട് ചോദിച്ചാൽ, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള പല കഥകളും നമ്മൾ കേൾക്കാൻ തയ്യാറാണോ എന്നറിയാതെ പോലും ആളുകൾ ഇൻബോക്സിൽ വന്ന് ഷെയർ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മൾ പല ജീവിതാനുഭവങ്ങളും ഷെയർ ചെയ്യുന്നത് കൊണ്ടും കുറച്ചും കൂടെ നമുക്ക് കണക്റ്റ് ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടും ആളുകൾ നമുക്കത് എടുക്കാൻ പറ്റുമോ എന്ന് പോലും നോക്കാതെ ആയിരിക്കുമല്ലോ അത്തരത്തിലുള്ള ചില ഇൻറ്റൻസ് ആയിട്ടുള്ള കഥകൾ ഷെയർ ചെയ്യുന്നത്. ജോസഫ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? അത് ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്, ഉള്ളിൽ കൊണ്ടു നടക്കാറുണ്ടോ? ആ സമയത്ത് അത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ഹൗ ഡു യു ഹാൻഡിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ്? എന്തുകൊണ്ടോ ഇവിടെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് എപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ പോയപ്പോഴും ഈ ഭയങ്കരമായിട്ട് അപ്പനും അമ്മേനും മിസ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. എവിടെയൊക്കെയോ പണ്ടൊരാൾ കൈ നോക്കിയിട്ട് സന്യാസി ആവാനുള്ള ജന്മമാണെന്നൊക്കെ പറയണ്ടായിരുന്നു. ഭാഗ്യത്തിന് കല്യാണം കഴിച്ചു. അപ്പോൾ ഈ ഭയങ്കര വേദനിപ്പിക്കുന്ന ഉള്ളുലയ്ക്കുന്ന കഥകൾ കേൾക്കുമ്പോൾ അങ്ങനെ ഉലയാറില്ല, അത്ഭുതപ്പെടാറുണ്ട്. ദൈവമേ, ഇങ്ങനെയും മനുഷ്യൻ. ഇതുപോലെ എന്നോട് റേഡിയോ സ്റ്റുഡിയോയിൽ വന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ചോദിച്ചു, ഇതെനിക്ക് പുറത്ത് പറയാമോ? പറഞ്ഞു. വിവാഹം കഴിച്ച പെൺകുട്ടിയാണ്. വിവാഹം കഴിച്ച് ഞാൻ രാജ്യങ്ങളും സ്ഥലങ്ങളൊക്കെ മാറ്റി പറയാണ്. അവർ ന്യൂസിലാൻഡിലാണ്.
വിവാഹത്തിന് ശേഷമാണ് അറിയുന്നത് ഹസ്ബൻഡ് ഗേ ആണ്. ബട്ട് ഹി ഈസ് എ ജെന്റിൽമാൻ. അവർക്ക് കുഞ്ഞ് ജനിച്ചു. പക്ഷെ അതൊക്കെ ഒരു കടത്ത് കഴിക്കൽ പോലെയുള്ള ചടങ്ങിൽ നിന്ന് സംഭവിച്ചൊരു കുഞ്ഞാണ്. അവരെന്നോട് പറയുന്നത് അയാൾക്ക് അയാളുടെ ബോയ് ഫ്രണ്ട് ഉണ്ട്. ഈ സ്ത്രീയും അയാളും അവരുടെ ചെറിയ മകളും ബോയ് ഫ്രണ്ട് ഒരുമിച്ചാണ് ജീവിക്കണേ. ഈ മകളുടെ ഏറ്റവും ഫേവറേറ്റ് അങ്കിൾ ഫാദറിൻ്റെ ബോയ് ഫ്രണ്ടാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ അപ്പോൾ ആരാണ് ജോസഫേട്ടൻ എന്ന് സലിംകുമാർ ചോദിച്ചോണം. ഒരു ഹ്യൂമറസ് ലൈനിൽ നമുക്കതിനെ ചിന്തിക്കാൻ ഒറ്റ നോട്ടത്തിൽ തോന്നില്ല. ആ ലേഡി വന്ന് പറയുന്നത് അവർ വെക്കേഷന് വരുമ്പോൾ അവരും ഭർത്താവും കുഞ്ഞും ഒരുമിച്ചാണ് എല്ലാ വീടുകളും പോകുന്നത്, എല്ലാവരെയും കാണുന്നത്. അവർ ദാമ്പത്യം മനോഹരമാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എനിക്കിപ്പോൾ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഉണ്ട്. അയാൾ എന്നെ ആത്മാർത്ഥ സുഹൃത്തിനെ പോലെയാണ് ഹസ്ബൻഡിൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ കരുതുന്നത്. എപ്പം ഇടയ്ക്കെന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കുന്നത്. എത്ര വിചിത്രമായ കഥയാണ്. ആ വ്യക്തികളെ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ കണ്ടുപിടുന്ന മനുഷ്യരിലൊക്കെ ഇങ്ങനെ വിചിത്രമായ അത്ഭുതം ഞാൻ വിളിക്കുന്നത് ആ പെൺകുട്ടിക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റിയതുകൊണ്ടാണ്. മറ്റൊരു ഓപ്ഷൻ അത് ഡിവോഴ്സിൽ പോകുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് അവരതിനെ വേറെ കാഴ്ചയിലൂടെ അത് പോസിറ്റീവ് തിങ്കിങ് ആണെന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ അവർക്കത് കാണാനും ഹസ്ബൻഡിനെ അങ്ങനെ സ്വീകരിക്കാനും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മുമ്പിൽ അയാളെ നാണം കെടുത്താതിരിക്കാനും അവർ സ്നേഹപൂർവ്വം ഹസ്ബൻഡിൻ്റെ ബോയ് ഫ്രണ്ടിനെയും ഇങ്ങനെ ചുമക്കുന്നുണ്ട്. അപ്പം ഇത്തരം കഥകൾ എന്നെ ബാധിക്കുന്നുണ്ടോ? എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഞാനത് വെച്ച് എന്ത് ചെയ്യുന്നു? ഈ കഥയെല്ലാം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു സ്ഥലത്തത് പറഞ്ഞാൽ മനുഷ്യരെ പിടുത്തം കിട്ടാത്ത അത്രയും ഭീകരമാണ് മനുഷ്യരെന്ന് ആളുകൾ ബോധ്യപ്പെടുത്താൻ നിങ്ങളുടെ കഥ പറഞ്ഞോ ജോസഫ്. ഒരു വിശുദ്ധയുടെ ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് വിശുദ്ധരുണ്ട്. അവിടെയൊക്കെ രൂപങ്ങൾക്ക് ഭയങ്കര ഒരു ഓറയാണ്. അതേ ഓറയിൽ അവർ പറഞ്ഞു. എനിക്കിത് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു കാര്യം ഇതിനൊരു പുസ്തകത്തിലെ കഥയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇറങ്ങാൻ പോകുന്നൊരു പുസ്തകത്തിന് പേരിട്ടത് അതുകൊണ്ടാണ്, ആരും കാണാത്ത യുദ്ധങ്ങൾ എന്നാണ്. എൻ്റെ അമ്മയുടെ സത്യത്തിൽ ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിച്ചതല്ല, അതാ ട്രാക്കിലങ്ങ് വന്നുപോയതാണ്. എത്രയോ യുദ്ധങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ KLF വേദിയിൽ പറഞ്ഞ അതേ ഡയലോഗ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. എന്നോട് ഒരു പയ്യൻ ചോദിച്ചതാണ്, ജോസഫ് നിങ്ങൾ എത്ര ലക്കിയാണ്. ഞാൻ ചോദിച്ചു എന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ജോസഫിന് സങ്കടം വന്നാൽ ജോസഫിൻ്റെ തന്നെ വീഡിയോസിൽ നിന്ന് കണ്ടാൽ പോരെയെന്ന്. അപ്പോൾ ഇത് പല വേദിയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരുടെയും വിചാരം നമുക്ക് യുദ്ധങ്ങളില്ല, സങ്കടങ്ങളില്ല. നിങ്ങളെ ഞെട്ടിക്കുന്ന കഥകൾ എനിക്കുണ്ട്, ഇവിടെ ഇരിക്കുന്ന രണ്ടാൾക്കുണ്ട്, അശ്വതിക്കുണ്ട്. നിങ്ങളുടെ കഥകൾ ബാക്കി എല്ലാവരെയും ഞെട്ടിക്കുന്നതുമായിരിക്കാം. അപ്പോൾ ഇത്തരം കഥകൾ, ബീങ് എ റൈറ്റർ, ബീങ് എ പബ്ലിക് സ്പീക്കർ, ഐ ഹാവ് ദ പ്രിവിലേജ് ടു കൺവേർട്ട് ഇൻ ടു സ്റ്റോറീസ്. അത് നിങ്ങളൊന്ന് എൻലൈറ്റൻ ചെയ്യാൻ ആ കഥ ഉപയോഗിക്കുക എന്നുള്ളൊരു ബെനിഫിറ്റ് മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ഇതിനെ ഭാരമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നില്ല. ഞാൻ ഇതിനെ അവസരമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. കാരണം ഇപ്പം ഇങ്ങനെയൊരു ജീവിതം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും തോന്നും ഇതിലും ഭേദം എൻ്റെ ഭർത്താവാണ്. കുറച്ച് പേർക്ക് ഇതിലെത്രയോ സുന്ദരമാണ് എൻ്റെ വിവാഹ ജീവിതം. നമ്മൾ വീട്ടിലെ കറണ്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്? അയൽവക്കത്തിലുള്ള കറണ്ട് പോയോന്നാണ്. അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. അവിടെ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ഇത്തരം കഥകൾ ഇങ്ങനെ പങ്കുവയ്ക്കുന്നത് നിങ്ങൾ ഹാപ്പി ആവാനാണ്. ഒരാളുടെ വേദനയാണെങ്കിൽ കൂടിയും അത്രയും ഓറയിൽ ഗ്രേസ്ഫുള്ളി ആ കഥ എന്നോട് പറഞ്ഞ ആ പെൺകുട്ടിയെ ആദരവോടുകൂടി നമിച്ചുകൊണ്ട് ഞാൻ ഈ കഥ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ജോസഫ്. ഒരിക്കൽ കൂടി നമുക്ക് ഷിനോദിലേക്ക് പോയാൽ വളരെ കൃത്യമായിട്ട്, വളരെ സരസമായിട്ട്, വളരെ പ്രത്യേകതയുള്ളൊരു മോഡുലേഷനോട് കൂടി, അല്ലെ അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെ വളരെ യുണീക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡുലേഷനിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്ന ഒരു ആളാണ്. വളരെ രസകരമായിട്ടാണ് അതിനെ പാക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇതുപോലെ കൂട്ടിവെക്കാറുണ്ടോ? ഈ ഒരു ആംഗിളിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത്, അതോ അത് വളരെ സ്വാഭാവികമായിട്ട് വരുന്നതാണോ? അതുകൂടി അറിയാനുള്ളൊരു കൗതുകമുണ്ട്. അനുഭവങ്ങൾ പലപ്പോഴും
എൻ്റെ ആ പ്രൊഫഷൻ അങ്ങനെ ആയതുകൊണ്ട് പല ആളുകളുടെ ജീവിത കഥകളിലൂടെയൊക്കെ ഞാൻ നടന്നു പോകുന്നത് കൊണ്ട് അനുഭവങ്ങൾക്ക് യാതൊരു പഞ്ചവും ഉണ്ടായിട്ടില്ല. അശ്വതി ആദ്യം പറഞ്ഞ പോലെ ഇത് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കറിയാം, ട്രാൻസ്പെറൻസ്, കൗണ്ടർ ട്രാൻസ്പെറൻസ് ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഒരാളുടെ പ്രശ്നങ്ങൾ മുഴുവൻ കേട്ടിട്ട് നമുക്ക് രാത്രി വന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഹൃദയം പറയുന്നത് കേൾക്കണോ മനസ്സ് പറയുന്നത് കേൾക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. മനസ്സാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ തലച്ചോറുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ തോട്ട് പ്രോസസ്സും നമ്മുടെ അവയർനെസ്സും ഇമോഷൻസും ഇതിൻ്റെ എല്ലാം കൂടുള്ള ഒരു സംഭവമാണ് ഈ മനസ്സെന്ന് പറയുന്ന സംഭവം. പക്ഷേ ഹാർട്ടെന്ന് പറയുന്നത് ഒരു ഓർഗൻ മാത്രമാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ വലിയ ഫീലിങ്സിനെയൊക്കെ നമ്മൾ ഹാർട്ടുമായിട്ടാണ് ചേർത്ത് വെക്കുന്നത്. എൻ്റെ ഹൃദയം നൊന്തു അല്ലെങ്കിൽ ഹൃദയം സന്തോഷിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ ഹാർട്ട് കയറിയുള്ള കളി എനിക്ക് ചെറുപ്പം മുതലുള്ളൊരു പ്രശ്നമാണ്. മനസ്സ് പലതും പറയും, തലച്ചോറും പറയും എടാ പോകരുത്, അങ്ങോട്ട് പോകരുതെന്ന് പറയും. ഹാർട്ട് പറയും പോടാ മോനെ ചെന്ന് കയറി കൊടുക്കണമെന്ന് പറയും, ഞാൻ പോകും. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഹാർട്ട് കൊണ്ടെടുക്കുന്നത് മാറ്റിയെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ പ്രശ്നത്തെ നമുക്ക് ശരിയായ രീതിയിൽ സഹായിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ അവരോടൊപ്പം തന്നെ താന്നു പോയി കഴിഞ്ഞാൽ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കത്തില്ല. അപ്പോൾ എന്നോട് പറയുന്ന അനുഭവങ്ങളും ഇത് തന്നെയാണ്, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തന്നെയാണ്. ഞാനത് പലരും എൻ്റെ റീലിനകത്ത് തന്നെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ പോകുന്ന വഴി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട് കുറച്ച് ഹൃദയം കൊണ്ട് മാത്രം ചിന്തിക്കുന്നത് നിർത്തി കുറച്ചൊന്ന് തലച്ചോറ് കൊണ്ടുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെയൊക്കെ പകുതി പ്രശ്നങ്ങളും അവിടെ തീരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഹൃദയത്തെ കുറച്ചൊക്കെ അടക്കി നിർത്താൻ നമുക്ക് കഴിയേണ്ടതൊരു അത്യാവശ്യമാണ്. കാര്യം പറഞ്ഞാൽ നല്ലതാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാണ് നല്ല മനുഷ്യർ എന്നൊക്കെയുള്ള ധാരണയുണ്ട്. പക്ഷേ എനിക്ക് അശ്വതി ചോദിച്ച പോലെ സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള അനുഭവങ്ങൾ വെച്ച് പറയുമ്പോൾ ഹൃദയത്തെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ചിലപ്പോഴൊക്കെ എങ്കിലും തലച്ചോറ് കൊണ്ടൊന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സമയമുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരാൾ എന്നോട് ഷെയർ ചെയ്ത ഒരു സിറ്റുവേഷനാണ്. ലിവിങ് ടുഗദറാണ്, ഞാൻ ആളുടെ പേരും ഡീറ്റെയിൽസും ഒന്നും പറയുന്നത്. ലിവിങ് ടുഗദറായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. കൺമുന്നിൽ വെച്ച് പാർട്ട്ണറെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞ് പാർട്ട്ണർ ഇത് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ പെൺകുട്ടിയോട് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ മൂവ് ഓൺ ചെയ്യാം, അതല്ല നിനക്ക് എൻ്റെ കൂടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ താമസിക്കാം, നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം. ആ പെൺകുട്ടി പറയുന്നത് എൻ്റെ ശരീരത്തിലെ ഓരോ അണുക്കളും എന്നോട് പറഞ്ഞു ഇത് ശരിയല്ല, നീ മൂവ് ഓൺ ചെയ്യണം, പോകണം എന്ന് പറഞ്ഞു. പക്ഷേ ഹാർട്ട് അവളെ സമ്മതിക്കുന്നില്ല. ഒന്ന് ഓർത്ത് വയ്ക്കുക, ആ സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. അവരിപ്പോഴും ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പെൺകുട്ടിയുടെ മനസ്സും അവളുടെ ശരീരവും എല്ലാം അവളോട് ആവശ്യപ്പെടുന്നുണ്ട്, നീ ഇത് ശരിയല്ല, ഇത് ടോക്സിക്കാണ്, യു ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കഴിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഇത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അവിടുന്ന് പൂർണ്ണമായിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റത്തില്ല. അവിടുന്ന് പൂർണ്ണമായിട്ടും ആ കോണ്ടാക്റ്റ് കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു ഓപ്ഷൻ. മദ്യപാനം നിർത്തുന്ന ചില ആളുകളൊക്കെ പറയുന്ന പോലെ ഞാൻ കുറച്ച് കൊണ്ട് നിർത്തി അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ഞാൻ ഫുള്ള് നിർത്താം എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണിത്. ഇത് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ കയറി എന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നോട് ഷെയർ ചെയ്യുന്ന പലരുടെയും ഹൃദയത്തിൻ്റെ വേദനകൾ തലച്ചോറ് കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തതാണ്, അതും ഒരു വാസ്തവമാണ്. ശ്രീ പി എം എ ഗഫൂറിലേക്ക് ഒരു ചോദ്യം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഓഡിയൻസിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഓഡിയൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള സമയം ഓഡിയൻസിനാണ്. കൈകളൊക്കെ പൊങ്ങി തുടങ്ങി എനിക്കറിയാം. ഒന്ന് ഓഡിയൻസിൽ മൈക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവരോട് നേരിട്ട് സംവദിക്കാം അടുത്ത ഒരു 12-13 മിനിറ്റ്. എൻ്റെ ചോദ്യം ഷിനോദേട്ടനോടാണ്. ഞങ്ങളുടെ പല റീലുകളും പ്രത്യേകിച്ച് 90s കിഡ്സിന് വല്ലാതെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സ്വന്തം ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഏടുകളാണോ എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നിങ്ങളുടെ 3 പേരുടെയും ശബ്ദം മനോഹരമാണ്, ദൈവം അത് നിലനിർത്തി തരട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ആശയങ്ങളെ കൂടുതലെത്താൻ നിങ്ങളുടെ 3 പേരുടെയും ശബ്ദം അത് സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടിയാണ്. തീർച്ചയായിട്ടും ശബ്ദം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അത് പലരും എന്നോട് പറയുകയുണ്ടായി. എൻ്റെ ശബ്ദം എനിക്ക് വളരെ അരോചകമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ അത് വെക്കുന്നത് അതൊന്ന് ഓഫ് ചെയ്യാമോ എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ പലരും എന്നോട് പറയാറുണ്ട് നിങ്ങളുടെ ആ ശബ്ദം ഇതിന് നിങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്
എന്നത്. ആദ്യത്തെ പാട്ട് 90s കിഡ്സ് എന്ന് പറയുന്നത് ഞാനൊരു 90s കിഡ്സ് അല്ല എന്നുള്ള രഹസ്യം ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ്. പക്ഷേ മനസ്സുകൊണ്ട് ഞാനൊരു 90s കിഡ്സാണ്. 90s കിഡ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഒരു ലോകമുണ്ട്, ഒരു ലോകം, പണ്ടുണ്ടായിരുന്ന ഒരു ലോകം ഇന്നതില്ല. ഇന്ന് ആ സ്ഥലം അവിടെയുണ്ട്, കടകൾ അവിടെയുണ്ട്, ആളുകളും അവിടെ തന്നെയുണ്ട്. പക്ഷേ ആ ലോകമില്ല. ഞാൻ വളർന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഇന്നിപ്പം ഞാൻ ആ ഗ്രാമത്തിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങളെല്ലാം അവിടെ തന്നെ നിൽപ്പുണ്ട്. ഒരു മനുഷ്യരെ അവിടെ കാണാനില്ല, ആളുകൾ തമ്മിൽ സഹകരണമില്ല, പിള്ളേർ മുറ്റത്ത് കളിയില്ല, ഈ സംഭവങ്ങളൊന്നുമില്ല. ആ ലോകം ഇന്നില്ല. ആ ലോകത്തെ അനുഭവിക്കുന്നതിനും ഇപ്പുറത്തുള്ള ലോകത്തെയും അതേ രീതിയിൽ അനുഭവിക്കുന്നതിനും ഭാഗ്യം കിട്ടിയ ഒരു ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്ന ആ സ്പെഷ്യൽ ഗ്രൂപ്പാണ് 90s കിഡ്സ്. ഞാൻ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും പിന്നെ AI ഇതൊക്കെ വെച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 90s കിഡ്സ് എന്ന് ഞാൻ റെഫർ ചെയ്യുന്നത് 60s ജനിച്ച ചില 90s കിഡ്സും അതിനകത്തുണ്ട്. എന്നാൽ 90s ജനിച്ച പല കിഡ്സും ഇപ്പോഴും 60s ഐഡിയയും കൊണ്ട് നടക്കുന്നവരാണ് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എൻ്റെ പേര് മിലൻ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ ചോദ്യം, നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന ഒരു ചൊല്ലാണ് ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്നുള്ളത്. അപ്പോൾ എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലും നുണകൾ പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞിട്ടുള്ള നുണകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? കാരണം വൈറ്റ് ലൈസ് എന്ന് പറഞ്ഞ് കേൾക്കുന്ന വ്യക്തിയുടെ നല്ലതിന് വേണ്ടി മാത്രം പറയുന്ന നുണകൾ എന്നുള്ളൊരു കാര്യവും നമ്മളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നുണകൾക്ക് അതിൻ്റെ കോൺസിക്വൻസസ് കാരണം പിന്നീട് റിഗ്രറ്റ് ചെയ്തിട്ടുള്ള ഒരു നിമിഷം ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കാമോ? താങ്ക് യു. ഇത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള ചോദ്യം ഇത്രയും പബ്ലിക്കായിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. നുണകൾ പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് ലൈസ് എന്ന് പറഞ്ഞാൽ അപകടമില്ലാത്ത നുണകൾ എന്നാണ് അതിനെക്കുറിച്ച് പറയാം. ചില സമയത്ത് നമ്മൾ ഇപ്പം ഈ ഉത്തരം തരുമ്പോൾ പോലും എൻ്റെ അവയർനെസ് 100% എൻ്റെ ഒപ്പം ഇല്ല. കാരണം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ എപ്പോഴാണ് ഒരു കടുത്ത നുണ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ, എൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, നമ്മൾ ഈ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഈ ചാടിക്കയറി ചില എസ്സുകൾ പറയാറുണ്ട്. സമയമെടുക്കാണ്ട് നമ്മൾ ഒരുപാട് സമയമെടുത്ത് പറയാറുമുണ്ട്. ഇതിൻ്റെ ഇടയിൽ പലപ്പോഴും എനിക്ക് അപകടം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെയാണോ പിന്നെ പറഞ്ഞതിൽ ഒരുപാട് വില എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ ഒരു വലിയൊരു നുണ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അധികം നുണ പറയാറില്ല. അതായത് ഭയങ്കര വലിയ നുണകൾ പറയേണ്ട ഒരു അവസരം എനിക്കിതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ആത്മാർത്ഥമായിട്ട് എങ്ങനെ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളിത് ട്രോളൊക്കെ ആക്കുമായിരിക്കും. പക്ഷേ കല്ല് വെച്ച നുണകളൊന്നും അങ്ങനെ ലൈഫിൽ പറയേണ്ട ഒരു സാഹചര്യം എനിക്ക് എന്തോ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ പുറത്ത് വന്നിട്ടില്ല. പിന്നെ പറയുന്ന ചെറിയ കുഞ്ഞു നുണകൾ അധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ പ്രശ്നത്തിലേക്ക് എന്നെ തള്ളിയിട്ടിട്ടില്ല. ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു. ജോപ്പനോടാണ്. ജോപ്പൻ എഴുതിയിട്ടുള്ളത് മുഴുവൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒരുപാട് സ്വാധീനിച്ച മനുഷ്യരെ പറ്റിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രം ഏതായിരിക്കും? ഇതെല്ലാം പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടുള്ള കഥാപാത്രങ്ങളാണ്. മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. എല്ലാവരും ഫേവറേറ്റാണ്. അതിപ്പോൾ ഒരു അച്ഛനോടും അമ്മയോടോ 3 മക്കളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുന്ന പോലെയാണ്. നിരന്തരമായിട്ട് കടന്നു വരുന്ന കുറേ മനുഷ്യരുണ്ട്. ഇപ്പം എൻ്റെ ഏത് പുസ്തകം എടുത്താലും കടപ്പാടുന്നൊരു പേജുണ്ട്. അതിൽ സ്ഥിരം ഇടം പിടിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരുടെ പ്രത്യേകത അവരെക്കുറിച്ച് എക്സ്ക്ലൂസീവ്ലി ഒന്നും എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വെറുതെ ഒരു പേര് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഋഷികേഷ് മുണ്ടാണി എന്നൊരു സുഹൃത്തുണ്ട് എനിക്ക്. ദൈവത്തിൻ്റെ ചാരന്മാരുടെ അവതാരിക എഴുതിയിട്ടുള്ള ഒരാളാണ്. ഇത്ര റോയായിട്ട് മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന വേറൊരാൾ എൻ്റെ സുഹൃത്തുക്കളിലില്ല. ഇപ്പോൾ ഒരു പേര് നമ്മൾ പറയുമ്പോൾ, എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ ഒരു ലൈറ്റ് ഹൗസ് എന്നാണ്, പന്ന പേരാണ്. അപ്പം തന്നെ ഒരു ഇതില്ലാതെ പറയുന്ന ഒരാൾ. എന്നാൽ എന്നെ ഒരുപാട് ട്രോള് ചെയ്യുകയും എന്നാൽ എന്നെക്കുറിച്ച് ആരെങ്കിലും ഒരു മോശം പറയുന്നത് കണ്ടാൽ അവരുടെ മുമ്പിൽ എന്നെ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതുകൊണ്ട് പേര് നിബിൻ കുരിശിങ്കൽ എന്ന് പറഞ്ഞൊരു പള്ളിയിലച്ചനാണ്. വിൻസെൻ്റ് കുണ്ടുകുളം എന്ന് പറഞ്ഞ്, ഞാൻ കുറേ പള്ളിയിലച്ചന്മാരാണ് എൻ്റെ സുഹൃത്തുക്കൾ. കാരണം ഞാൻ സെമിനാരിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങി ഞാനിങ്ങനെ അന്വേഷിച്ച് പോയ കുറേ ഗുരുക്കന്മാരുണ്ട്. ഇവരുടെയൊക്കെ പ്രത്യേകത, ഇവരിങ്ങനെ ജഡ്ജ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ കുത്തി കൊന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ, നീ ആദ്യം നമുക്കൊരു കട്ടൻ ചായ കുടിച്ചിട്ട് തീരുമാനിക്കാം
എന്ന് പറയുന്ന അത്രയും കൺസിഡർ ചെയ്യുന്ന കുറച്ച് പേരുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാ കഥാപാത്രങ്ങളെയും പുസ്തകങ്ങളിൽ ഉള്ളതാണ്. ഒരാൾ എടുത്തു പറയാൻ മാത്രം ദാറ്റ് വിൽ എന്താ പറയുക, റീഡിങ്ങിൻ്റെ ഒരു സുഖത്തെ ചിലപ്പോൾ കളയുമെന്ന് എനിക്ക് തോന്നുന്നു. ജോപ്പൻ എന്ന് വിളിച്ചതിൽ നന്ദി. താങ്ക് യു. ആഷിക്ക് തൃശ്ശൂരാണ് വീട്. നമുക്കറിയാം ഇന്നത്തെ ലോകം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇത്രയും സൗകര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ ലോകത്തെല്ലായിടത്തുമുള്ള പ്രതിഭാശാലികൾ അവരുടെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അവരൊക്കെ എൻ്റെ ഒരു നിലപാടിൽ നിരീക്ഷണത്തിൽ അവരൊന്നും ഈ മോട്ടിവേഷൻ സ്പീക്കിങ്ങോ ട്രെയിനിങ്ങോ കോച്ചിങ്ങോ ഇല്ലാതെ സ്വന്തം പെരത്തെന്നാലും മറ്റ് ചുറ്റുപാടിലും അധ്വാനം കൊണ്ടാണ് ഈ വക കണ്ടുപിടുത്തങ്ങളും മറ്റു തരത്തിൽ റിസർച്ച് കാര്യങ്ങൾ എത്തിയിട്ടുള്ളൂ. ഞാൻ നിങ്ങൾ കുറച്ച് കാണുന്നതല്ല, എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഈ മോട്ടിവേഷൻ സ്പീക്കിങ്ങിന് ഇത്രമാത്രം പ്രാധാന്യവും പ്രസക്തിയും അത് വല്ലാത്തൊരു എല്ലാവർക്കും ഇത് വേണം അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ഇത്ര രൂപത്തിലേക്ക് എത്താനുള്ള എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചുറ്റുപാട് ഇപ്പോൾ വന്നത് എന്നുള്ളതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഹായ് ചേട്ടാ. മോട്ടിവേഷൻ കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറയാം. ഒരാൾ വിഷം കഴിക്കാൻ പോവാണ്, നമ്മളോട് പറയണ ചേട്ടാ കഴിക്കരുത്. എനിക്കത് മോട്ടിവേഷനാണ്. അതല്ലാതെ നമ്മളിങ്ങനെ ഭയങ്കര തത്വചിന്തകൾ പറയുന്നു എന്നത് ഓണസ്റ്റ്ലി ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. നമ്മളൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ മോട്ടിവേറ്റർ അല്ലേ എന്നൊക്കെ ചോദിക്കും നമ്മളെടുത്ത്, ഈ കാർബോറേറ്റർ അല്ലേ ജനറേറ്റർ അല്ലേ എന്നൊക്കെ ചോദിക്കണമാണ്. അത് ആഗ്രഹിക്കാത്ത ഒരാളാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് എംറ്റിനെസ് ഉണ്ട്, ഒരുപാട് എംറ്റിനെസ്. അതൊരു നല്ല വാക്ക് എവിടെ നിന്നെങ്കിലും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് അത് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നതെന്ന് പറയാൻ കാരണം നമ്മുടെ ഇൻബോക്സാണ്. മെസ്സേജസ് വരുന്ന ഇൻബോക്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഒരുപാട് മനുഷ്യരുടെ ഇങ്ങനെ സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, ഒരു നല്ല വാക്കിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാനുള്ളത് എവിടെയെങ്കിലും ഉപകാരപ്പെടും എന്നുള്ളതാണ്. ചില കാര്യങ്ങൾക്ക് നമുക്കതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ അനുഭവം പറഞ്ഞ പോലെ ഒരു മാട്രിമോണിയെന്ന് ഒരിക്കൽ പോലും വിവാഹം കഴിക്കില്ല എന്നുള്ളൊരു ഫിലോസഫിയിൽ വിശ്വസിച്ച് ഞാൻ അതേ മാട്രിമോണിയിൽ എത്തിപ്പെടുന്നത് ഞാനതൊന്ന് തിരുത്തി പറയുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ നാളെ ഇന്ന് നമ്മളൊരു കാര്യത്തെ ഇതുകൊണ്ടൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ടോ, നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫിഗേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഗാന്ധിജി ഉണ്ട്, അബ്ദുൽ കലാം ഉണ്ട്, എബ്രഹാം ലിങ്കൻ ഉണ്ട്. പക്ഷെ ചിലർക്കൊക്കെ അബ്ദുൽ കലാം വർക്കാവില്ല, ഷിനോദ് സവാരി വർക്കാവുള്ളൂ. ചില ആൾക്ക് PMA ഗഫൂറേ വർക്കാവുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടിക്കാലം കൊണ്ട് ഈ ഗാന്ധി 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 എന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ മനുഷ്യൻ ഒരു ചെടിച്ചട്ടി ഇങ്ങനെ നന്നാക്കിക്കൊണ്ട് ഒരു വീഡിയോ പങ്കുവയ്ക്കുമ്പോൾ അതെവിടെയോ നിങ്ങളുടെ ഹൃദയത്തിലോട്ട് കയറുന്നുണ്ട്. ഒരു 2 ആഴ്ചത്തേക്കോ 2 ദിവസത്തേക്കോ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ജീവിക്കാൻ അയാളെ സഹായിക്കുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ സഹായിച്ച ഒരു മോട്ടിവേഷനും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഈ 2 ആഴ്ചയുടെ ദൂരമാണ് ഓരോ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും തരാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ, എൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിന്നിരിക്കുന്ന ഒരു വണ്ടി ഒന്ന് തള്ളിക്കൊടുക്കുക മാത്രമാണ്. ആ വണ്ടിയെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങളുടെ ഡിസിപ്ലിനും നിങ്ങളുടെ കൺസിസ്റ്റൻസിയുമാണ് ആ വണ്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേറൊരു ആംഗിളിൽ നമുക്ക് കാര്യങ്ങളെ കാണുന്നതിനുള്ള ഒരവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പലരുടെയും ഈ സംഭവത്തെ എനിക്കിങ്ങനെയും നോക്കി കാണാം. അവിടെ നിന്നാണ് തുടക്കം. ഇപ്പം അന്നക്കുട്ടി ജോസ് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു കാലയളവെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് ആ വണ്ടി കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്കും എസ്പെഷ്യലി ഡിസിപ്ലിനാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരനുഭവത്തിൽ ഇങ്ങനെ നമ്മൾ തങ്ങി നിൽക്കുന്നത് പോലെയുള്ള മറ്റൊരു സന്ദർഭമുണ്ട്. അത് ഒരു കുട്ടി അവൻ്റെ അച്ഛനും അമ്മയും സൂയിസൈഡ് ചെയ്ത്. അച്ഛനും അമ്മയും വഴക്ക് കൂടിയാൽ പോലും ഒരു കുട്ടി അനുഭവിക്കുന്ന അരക്ഷിതത്വം എത്ര വലുതായിരിക്കും. അങ്ങനെയുള്ളൊരു കുട്ടിയുടെ അച്ഛനും അമ്മയും സൂയിസൈഡ് ചെയ്യുന്നത്, ചെയ്ത് തൂങ്ങി നിൽക്കുന്നത് കാണേണ്ടി വന്നൊരു കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അവൻ തീരുമാനിച്ചു ഞാനും സൂയിസൈഡ് ചെയ്യാം. അങ്ങനെ അവന് കാസർഗോഡ് കുമ്പളയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പാതിരാത്രിയിൽ നടന്നു. പാളത്തിൽ തലവെച്ച് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാളത്തിൽ അവനിങ്ങനെ ചെരിഞ്ഞ് കിടന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് വരുന്ന ട്രെയിന് ഈ ശരീരത്തെ 2 കഷ്ണങ്ങളാക്കും. അങ്ങനെ ഇവനിങ്ങനെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ കുറച്ച് അപ്പുറത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അപ്പോൾ അവനൊരു കൗതുകം, അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ എണീച്ച് അതെന്താണ് എന്ന് ചെന്ന് നോക്കുമ്പോൾ അതെന്താണെന്നറിയോ? അതൊരു പുഴുവായിരുന്നു.
അപ്പോൾ ആ പുഴുവിനെ ഇങ്ങനെ കണ്ട് പിന്നെ അവന് ആ പാളത്തിൽ തിരിച്ചു കിടക്കാൻ കഴിയണില്ല. കാരണം അവൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ പറയുന്നു, എടാ, ഒരു പുഴു പോലും എത്ര തിളങ്ങിയാണ് ഈ ലോകത്ത് നിന്ന് പോണത്, നീയോ? അവന് സൂയിസൈഡ് ചെയ്തില്ല. അവൻ കുമ്പളയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എണീച്ച് നടന്നത് ഒരു ചരിത്രത്തിലേക്കായിരുന്നു. എന്തിരനും പൊന്നിയൻ സെൽവനും അടക്കമുള്ള സിനിമകളും മഹാഭാരതത്തെക്കുറിച്ച് 4000 പേജുള്ള പുസ്തകങ്ങളും എഴുതിക്കഴിഞ്ഞ 4000 പേജുള്ള ഒരു പുസ്തകവും 100 കണക്കിന് മറ്റ് പുസ്തകങ്ങളും എഴുതിക്കഴിഞ്ഞ ബി ജയമോഹനാണ് ഇന്നാ മനുഷ്യൻ. ജയമോഹൻ്റെ ജീവിതത്തിൽ ആ പുഴു ചെയ്തൊരു പരിപാടിയില്ലേ അല്ലേ, അതിനെന്ത് പേര് വിളിച്ചാലും അതാണ് മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മളും ഈ കേൾക്കുന്നവരാകട്ടെ പറയുന്നവരാകട്ടെ ചെയ്തുകൊണ്ടിരിക്കും. താങ്ക് യു. താങ്ക് യു സോ മച്ച് സ്പീക്കേഴ്സ് ഫോർ എൻ ഇൻസ്പയറിംഗ് സെഷൻ. ഇപ്പോൾ ഈ വേദിയിൽ PMA ഗഫൂറിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായ അവർ തൊട്ടു നീ തലോടി DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഉയർത്തെഴുന്നേൽക്കാൻ ധൈര്യം തരുന്ന കഥകളും കാഴ്ചകളുമുള്ള ഒരു മനോഹര ബുക്കിൻ്റെ റിലീസാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി അശ്വതി ശ്രീകാന്തിനെയും ജോസഫ് അന്നംകുട്ടി ജോസിനെയും ക്ഷണിക്കുകയാണ്. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി ഷിനോജ് മാത്യുവിനെയും ക്ഷണിക്കുന്നു. എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കുക.